അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് സിയാദ്. ഞാൻ കിൽത്താൻ റീജിയണൽ സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയിൽ വരാനുണ്ടായ സാഹചര്യം, ഇന്ന് അമിനി ദ്വീപിൽ വെച്ച് നടത്തപ്പെടുന്ന ഇൻ്റർ ഐലൻഡ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കിൽത്താൻ ദ്വീപും കവരത്തി ദ്വീപും തമ്മിൽ നടന്ന മത്സരത്തിന് ശേഷം നടന്ന ചില സംഭവ വികാസങ്ങൾ നാം ഓൺലൈനിലൂടെയും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നാം കണ്ടതാണ്. തികച്ചും ഇന്ന് കവരത്തി ടീം ഫുട്ബോളിനോട് അല്ലെങ്കിൽ ഫുട്ബോൾ ലക്ഷദ്വീപ് മാമാങ്കത്തോട് കാണിച്ചത് തികച്ചും ഒരു കറുത്ത ഒരു അധ്യായമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്ന ഒരു കായിക ഇനമാണ്. ആ കായിക ഇനത്തെ ഒരല്പം മര്യാദയോടുകൂടി കാണേണ്ട സാഹചര്യം പോലും വകവയ്ക്കാതെ ഇന്ന് തികച്ചും ഭീകരതയ്ക്ക് തുല്യമായ പെരുമാറ്റച്ചട്ടങ്ങളാണ് നാം കാണാനിടയായത്. മത്സരം കഴിഞ്ഞ ഉടനെ മത്സരം നിയന്ത്രിച്ച മെയിൻ റഫറീസിന് ദേഹോദ്രവം ഏൽപ്പിക്കുകയും അതിന് ഒഫീഷ്യൽസ് നിന്നവരെ അവഹേളിക്കുകയും മറ്റ് സംഭവ വികാസങ്ങൾ സൃഷ്ടിച്ച് അവിടെ മൊത്തം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഈ ടീമിനെതിരെ എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന് ഈ ഘട്ടത്തിൽ വിവിധ ദ്വീപുകളിലെ കായിക താരങ്ങളും കായിക പ്രേമികളും ഇതിനെ നിരീക്ഷിക്കുന്നവരും ഇന്ന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലക്ഷദ്വീപിൽ രണ്ട് പ്രമുഖ അസോസിയേഷനുകളുണ്ട്. ഒന്ന് റഫറീസ് അസോസിയേഷനും ഫുട്ബോൾ അസോസിയേഷനും. ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടും ഇതുവരെ ഒരു പ്രസ്താവന ഇറക്കാൻ രണ്ട് അസോസിയേഷനുകൾക്കും ഇതുവരെ സാധിച്ചിട്ടായിട്ട് കാണുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ RC സെക്രട്ടറി നില എനിക്ക് ഒരു സംശയം ഇവിടെ രൂപപ്പെടുകയുണ്ട്. കാരണം ഒന്ന്, ഈ രണ്ട് അസോസിയേഷനെയും നിയന്ത്രിക്കുന്നത് കവരത്തി ദ്വീപിലെ സ്വദേശികളായ പ്രമുഖന്മാരാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഇവരൊരു നിലപാടിലെത്താത്തതും ഇതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാത്തതും ഇതിനെതിരെ ഒരു പ്രസ്താവന പോലും ഇതുവരെ ഇറക്കാത്തതുമായ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ സത്യസന്ധമായ രീതിയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് മാതൃകാപരമായ ശിക്ഷാ നടപടികൾക്ക് ശുപാർശ ചെയ്യണമെന്ന് ഇരു അസോസിയേഷനുകളോടും അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം ഇവിടെ ഈക്വാലിറ്റി എന്ന് പറയുന്നത്, തുല്യത, അതെല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. പ്രത്യേകിച്ച് കളിക്കളത്തിൽ ഇത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കളിക്കേണ്ട ഒരു ഗെയിമിന് ഇവിടെ തൻ്റെ ഇടം കൊണ്ടോ അല്ലെങ്കിൽ മൽ പ്രാക്ടീസ് കൊണ്ടോ അല്ല നേരിടേണ്ടത്. അതുകൊണ്ട് അസോസിയേഷൻ അവരുടെ തെറ്റുകൾ തിരുത്തി മാതൃകാപരമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തു തന്നെയായാലും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഫുട്ബോളിൽ വച്ച് പൊറപ്പിക്കാൻ പാടുള്ളതില്ല. പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ നടത്തപ്പെടുന്ന അഡ്മിനിസ്ട്രേഷൻ ലെവൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ ടൂർണമെൻറ്റായ ഇൻ്റർ ഐലൻഡ് പ്രൈസ് മണി ടൂർണമെൻറ്റിൽ നടന്ന സംഭവങ്ങളെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ കിൽത്താൻ റീജിയണൽ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനതിനെ അപലപിക്കുന്നു. തികച്ചും ഇതിന് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഫുട്ബോൾ എന്ന് പറയുന്ന മാമാങ്കം അത് എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു കളിയാണ്. അതിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ആവശ്യപ്പെടുന്നത് വരും തലമുറയ്ക്ക് അതൊരു പാഠമാകാനും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർ അതിനെ അംഗീകരിച്ചുകൊണ്ട് അവശേഷിക്കുന്ന മത്സരങ്ങൾ അവർക്ക് കളിച്ച് തീർക്കാനുമുള്ള പാഠമാകാനുള്ള അവസരങ്ങൾ നാം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലെ അധികാരികൾ ഇതിനെതിരെ ശക്തമായ നടപടികളെടുത്ത് മുമ്പോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ കിൽത്താൻ റീജിയണൽ സ്പോർട്സ് കൗൺസിൽ ആവശ്യപ്പെടുകയാണ്.